Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ആശ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലോജിസത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ SBI Clerk Mains ന് വരാൻ സാധ്യതയുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ SSC PSC ബാങ്ക് എക്സാംസിനെ കുറിച്ചുള്ള എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Only a few squares are cubes. No cube is area, some volume is area. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. ഇതിന് ശേഷം 3 കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കണം. ഇതാണ് ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് only a few. only a few എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ എക്സാം എടുക്കുവാണെങ്കിലും ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനും തന്നെ ഉണ്ടായിരിക്കത്തില്ല അല്ലെ. അപ്പൊ only a few എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ only a few എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമ്മിന്റെയും സം നോട്ടിന്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? only a few എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അറ്റ് എ ടൈം നമ്മൾ സമ്മിന്റെയും വരയ്ക്കണം, സം നോട്ടിന്റെയും വരയ്ക്കണം. അത്രേ ഉള്ളൂ, പുതുതായിട്ട് പഠിക്കാനൊന്നുമില്ല. സമ്മും സം നോട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒറ്റ ഫിഗർ ആയിട്ട് വരച്ചാൽ മതി. നോക്കിക്കോ, only a few squares are cubes. only a few squares, ഒരു കുറച്ച് ക്യൂബ്സ് സ്ക്വയേഴ്സ് ആണ്. കുറച്ച് സ്ക്വയേഴ്സ് എന്തല്ല? ക്യൂബ് അല്ല. ഈ ഒരു മാർക്കിംഗ് കുറച്ച് സ്ക്വയേഴ്സ് ക്യൂബ് അല്ല, ഇതാണ് അതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നോ ക്യൂബ്, ഒരു ക്യൂബും എന്തല്ലെന്നാ പറഞ്ഞേക്കുന്നത്? നോ ക്യൂബ് ഈസ് ഏരിയ, ഒരു ക്യൂബും ഏരിയ അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. സം വോളിയം ആർ ഏരിയ, കുറച്ച് വോളിയം എന്താണ്? ഏരിയ ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ബാങ്കിന് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ എന്ത് എക്സാംസിന് പഠിക്കുന്ന കുട്ടികളായാലും നോ റിലേഷൻ ഉണ്ടോ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഈ ഷെയ്ഡ് ചെയ്ത ഇതിനകത്തുള്ള ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് നോ റിലേഷൻ ആണ് എന്നങ്ങ് മൈൻഡിൽ ഫിക്സ് ചെയ്ത് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? സം ക്യൂബ്സ് ആർ വോളിയം. സം ക്യൂബ്സ്, കുറച്ച് ക്യൂബ് വോളിയം ആണ്. അങ്ങനെ എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ക്യൂബിന്റെ സർക്കിളും വോളിയത്തിന്റെ സർക്കിളും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്യൂബും വോളിയവും തമ്മിൽ യാതൊരു ഡെഫിനറ്റ് കൺക്ലൂഷനും ഫോളോ ചെയ്യത്തില്ല. അപ്പൊ ഫസ്റ്റ് വൺ ഫോളോ ചെയ്യത്തില്ല. സെക്കൻഡ് വൺ, സം സ്ക്വയേഴ്സ് ഈസ് ഏരിയ എന്ന് വെച്ചാൽ കുറച്ച് സ്ക്വയേഴ്സ് ഏരിയ ആണെന്നാ പറഞ്ഞേക്കുന്നത്. സ്ക്വയേഴ്സിന്റെ സർക്കിള് ഏരിയയുടെ സർക്കിള്, എഗെയിൻ ആ രണ്ട് സർക്കിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഡയറക്റ്റ് ആയിട്ട് അത് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു കൺക്ലൂഷനും അത് തമ്മിൽ പറയാനും പറ്റത്തില്ല. അപ്പൊ ആദ്യത്തതും രണ്ടാമത്തതും തെറ്റാണ്. ഇനി നോക്കുക, സം സ്ക്വയേഴ്സ് ആർ നോട്ട് ഏരിയ. അപ്പൊ സം സ്ക്വയേഴ്സ് ആർ നോട്ട് ഏരിയ എന്ന് പറയുമ്പോൾ നോക്കുക, കുറച്ച് സ്ക്വയേഴ്സ് ഏരിയ അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ബന്ധമില്ലാത്ത സർക്കിൾ തമ്മിൽ ഒന്നും ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നിങ്ങളൊന്ന് നോക്കുക, ഞാൻ പറഞ്ഞു ഷെയ്ഡ് ചെയ്തേക്കുന്ന പാത്തുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോ റിലേഷൻ വരുമെന്ന് അല്ലേ. നോക്കുക, ഈ ക്യൂബിന്റെ സർക്കിൾ മൊത്തം ഏരിയയുടെ സർക്കിളുമായിട്ട് എന്ത് റിലേഷൻ ആണ്? നോ റിലേഷൻ ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോമൺ പാർട്ട് കണ്ടോ നിങ്ങൾ? ആ ഒരു കോമൺ പാർട്ട് എന്ന് പറയുന്ന സം സ്ക്വയേഴ്സ് അല്ലേ, സം ക്യൂബ്സ് ആണോ? ഓക്കെ ഫൈൻ. ഓൾസോ അതെന്താണ്? സം സ്ക്വയേഴ്സ് അല്ലേ. ആ സം സ്ക്വയേഴ്സ് ഏതെങ്കിലും അവസരത്തിൽ ഏരിയ ആവാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഷെയ്ഡ് വന്ന ആൾക്കാർ, ഇവരെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? ഈ സം സ്ക്വയേഴ്സിന് ഒരു കാരണവശാലും ഏരിയയുടെ ഒരു പാർട്ടിലും എൻട്രി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ സം സ്ക്വയേഴ്സ് ആർ നോട്ട് ഏരിയ, അതൊരു ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സാമിന് എല്ലാവരും കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി. ഷെയ്ഡ് വന്നിട്ടുണ്ടോ? ഈ ഷെയ്ഡിന് ഈ ഏരിയയിൽ ഒരു പാർട്ടിലും കയറാനായിട്ട് പറ്റത്തില്ല. ആ ഇൻഡു വിട്ട് വെച്ചേക്കുന്നത് എന്താണ്? ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ആരും കയറരുത് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ സ്ക്വയേഴ്സിന് ഈ വീട്ടിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല. സം സ്ക്വയേഴ്സ് ആർ നോട്ട് ഏരിയ, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. only 3 follows. ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ എന്താ വന്നേക്കുന്നത്? only 3 follows ആ വന്നേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നോക്കുക, only red or green. ഓക്കെ, അപ്പൊ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് only red. only red or green എന്ന് വെച്ചാൽ all rivers ആണ്. only സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് all rivers ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് all green are red, all green are red. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സം ബ്ലൂ ആർ റെഡ്, കുറച്ച് ബ്ലൂ റെഡ് ആണ്. only a few blue are black, only a few blue are black.
രണ്ടിടത്തും ബി ഇട്ട് വെക്കരുത്. ഒരിടത്ത് ബി ആണെങ്കിൽ ഒരിടത്ത് ബ്ലാക്ക് എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ ബ്ലൂ ഏതാ ബ്ലാക്ക് ഏത് എന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. നോക്കിക്കോ, only red are green എന്ന് പറഞ്ഞാൽ all green are റെഡുമാണ്. ഇനി ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ഗ്രീൻ എല്ലാവരുമായിട്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുമായിട്ടും ഒരു റിലേഷനും കീപ്പ് ചെയ്യത്തില്ല. കീപ്പ് ചെയ്യുന്ന റിലേഷൻ നോ റിലേഷൻ ആയിരിക്കും. അതായത് ഈ ഗ്രീൻ എന്ന് പറയുന്ന ആള് എല്ലാവരുമായിട്ടും നോ റിലേഷൻ ആണ് കീപ്പ് ചെയ്യുന്നത്. ഈ ഗ്രീനിന് ആരുമായിട്ട് മാത്രമേ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, റെഡുമായിട്ട് മാത്രമേ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നോ റിലേഷൻ ആണ്. നിങ്ങൾ മറന്നു പോകരുത്, സ്റ്റേറ്റ്മെന്റിൽ നോ റിലേഷൻ ഒന്നും കാണിക്കത്തില്ല, പക്ഷെ നമ്മുടെ മൈൻഡിൽ വേണം അത് ഓൺലി ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ നോക്കാം. സം ഗ്രീൻ ആർ ബ്ലൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ഗ്രീൻ ബ്ലൂ ആവും എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പറ്റത്തില്ല, ഗ്രീനിന് വേറെ ആരുമായിട്ട് ഒരു റിലേഷനും പറ്റത്തില്ല. ഇനി നോക്ക്, നോ ബ്ലാക്ക് ഈസ് ഗ്രീൻ, ഒരു ബ്ലാക്കും ഗ്രീൻ അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഗ്രീനിന് എല്ലാവരുമായിട്ട് എന്ത് റിലേഷൻ ആണ്? ഗ്രീനിന് ബ്ലാക്കുമായിട്ട് നോ റിലേഷൻ ആണ്, ബ്ലൂവുമായിട്ട് നോ റിലേഷൻ ആണ്. ഇനി ഒരു എലമെന്റ് വന്നാൽ എല്ലാവരുമായിട്ട് ഗ്രീനിന് എന്ത് റിലേഷൻ ആണ്? നോ റിലേഷൻ ആണ്. അതായത് നോ ഗ്രീൻ ഈസ് ബ്ലൂ ആണ്, നോ ഗ്രീൻ ഈസ് ബ്ലാക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ നോ ബ്ലാക്ക് ഈസ് ഗ്രീനും കറക്റ്റ് അല്ലേ? ഒരു ഗ്രീനും ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലാക്കും എന്തല്ല? ഗ്രീനും അല്ല. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഓൾ റെഡ് ഈസ് ഗ്രീൻ ഈസ് എ പോസിബിലിറ്റി, എല്ലാ റെഡും ഗ്രീൻ ആവാൻ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, എല്ലാ റെഡും ഗ്രീൻ ആവുകയാണെങ്കിൽ ആർ ഈക്വൽ ടു ജി എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലേ വരുന്നത്? അങ്ങനെയല്ലേ എന്റെ ഡയഗ്രം മാറേണ്ടത്? അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഗ്രീൻ ആരുമായിട്ട് റിലേഷൻ വരും? ബ്ലൂവുമായിട്ട് റിലേഷൻ വരും. അങ്ങനെ ഗ്രീനിന് ബ്ലൂ ആയിട്ട് റിലേഷൻ വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അങ്ങനെ ഒരു പോസിബിലിറ്റി പോലും നടക്കത്തില്ല, ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. ഗ്രീനിന് വേറെ ആരുമായിട്ടും ഒരു കാരണവശാലും ബന്ധം വരത്തില്ല, എല്ലാവരുമായിട്ടും നോ റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് only 2 follows ആണ്. only 2 follows. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ only 2 follows. എക്സാമിന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് only എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സം ടൗൺ ആർ വില്ലേജ്, കുറച്ച് ടൗൺസ്. സം ടൗൺ ആർ വില്ലേജ്, only a few village are city, only a few village are city, some cities are country, some cities are country. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? നോ ടൗൺ ഈസ് എ കൺട്രി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു ടൗണും കൺട്രി അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ടൗണും കൺട്രിയുടെ സർക്കിളും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. എഗെയിൻ, രണ്ട് റിലേഷൻ ഇല്ലാത്ത സർക്കിൾ തമ്മിൽ യാതൊന്നും എന്തായിട്ട് പറയാൻ പറ്റത്തില്ല? ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഓൾ സിറ്റി ആർ കൺട്രി ഈസ് എ പോസിബിലിറ്റി, എല്ലാ സിറ്റീനെയും എനിക്ക് കൺട്രിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഇവിടെ ഒരു നോ റിലേഷനും ഇല്ല. അപ്പൊ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? കൺട്രീനെ ഫുള്ള് സിറ്റിനെ ഫുള്ള് കൺട്രിയിലകത്ത് ഒക്യുപ്പൈ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ശരിയാണ്. അടുത്തത്, ഓൾ വില്ലേജ് സിറ്റി ഈസ് എ പോസിബിലിറ്റി, എല്ലാ വില്ലേജിനെയും സിറ്റിക്കകത്ത് വെക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അതില്ലാത്തത്? ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു സം പാർട്ടിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സിറ്റിക്കകത്ത് കയറാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ വില്ലേജിനെയും പറ്റുമോ? കുറച്ച് പാർട്ടിനെ കയറ്റാൻ പറ്റത്തില്ലെങ്കിൽ എല്ലാവരും എടുത്ത് വെക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ഫോളോ ചെയ്യത്തില്ല. അപ്പൊ എഗെയിൻ ഇവിടെ എന്താണ്? only 2 follows ആണ് വന്നേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, again only a few devices are small, only a few devices are small എന്നാ പറഞ്ഞേക്കുന്നത്. only a few devices are small, all small are bright, all small are bright, no small is dark, ഒരു സ്മോളും എന്തല്ല? ഡാർക്ക് അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നോ സ്മോൾ ഈസ് ഡാർക്ക്. ഓക്കെ, നോക്കാം. ഓൾ ബ്രൈറ്റ് ആർ ഡാർക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ബ്രൈറ്റും ഡാർക്ക് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ? എല്ലാ ബ്രൈറ്റും ഡാർക്ക് ആണെങ്കിൽ എങ്ങനെയാ വരേണ്ടത്? ഇങ്ങനെയല്ലേ വരേണ്ടത്? അപ്പം ഓൾ ബ്രൈറ്റ് ആർ ഡാർക്ക്, അങ്ങനെ ഒരു കൺക്ലൂഷനേ ഇവിടെ നിന്ന് വരുന്നില്ല. ഇനി നോക്ക്, സം ഡിവൈസസ് ആർ നോട്ട് സ്മാൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സം ഡിവൈസസ് ആർ നോട്ട് സ്മാൾ. ഓക്കെ, സം ഡിവൈസസ് ആർ നോട്ട് സ്മോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്ക്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഡിവൈസസിന്റെ കുറച്ച് പാർട്ട് എന്തല്ലാന്ന്, സ്മോൾ അല്ല എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് വൺ ശരിയാണ്. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഡിവൈസസ് ആർ നോട്ട് ഡാർക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. സം ഡിവൈസസ് ആർ നോട്ട് ഡാർക്ക്. നോക്ക,
ഡിവൈസസിന്റെ കുറച്ച് പാർട്ട് എന്താവത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്, ഡാർക്ക് ആവത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. നോക്ക് ഇത് ഡിവൈസസ് അല്ലേ, ഈ ഡിവൈസിന്റെ ഇത്ര പാർട്ടിന് ഡാർക്ക് ആവാൻ പറ്റോ? ഇല്ല, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബോത്ത് 2 and 3 follows ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ബോത്ത് 3 and ആണ് കേട്ടോ, ബോത്ത് 3 and 2 and 3 follows ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അഗൈൻ ഒന്നുകൂടെ നോക്കുക. only a few devices are small, some devices are small ആണ്, some devices are not small. all small, എല്ലാ സ്മോളും ബ്രൈറ്റ് ആണ്. no small is, ഒരു സ്മോളും എന്തല്ല, ഡാർക്ക് അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ all bright are dark, ഒരിക്കലും അത് വരത്തില്ല. അടുത്തത് some devices are not small, ഡിവൈസിന്റെ കുറച്ച് സ്പാർട്ട് എന്തല്ല, സ്മോൾ അല്ല. some devices are not dark, അപ്പൊ അത് രണ്ടും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. only a few ISRO are NASA, only a few ISRO are NASA. കുറച്ച് ISRO നാസയാണ്, കുറച്ച് ISRO നാസ അല്ല. സം നാസ ആർ റോക്കറ്റ്, കുറച്ച് നാസ റോക്കറ്റ് ആണ്. നോ റോക്കറ്റ് ഈ സ്പേസ്, ഒരു റോക്കറ്റ് സ്പേസ് അല്ല. അറ്റ്ലീസ്റ്റ് സം എന്ന് വെച്ചാൽ സം തന്നെയാണ് കേട്ടോ. സം ISRO ആർ സ്പേസ്, കുറച്ച് ISRO സ്പേസ് ആണ്. അപ്പൊ ഈ തെറ്റിട, രണ്ടും ബന്ധമില്ലാത്ത സർക്കിൾ തമ്മിൽ ഒന്നും തന്നെ ഡെഫിനറ്റ് ആയിട്ട് ഫോളോ ചെയ്യത്തില്ല. ഇനി അടുത്തത് സം സ്പേസ് ആർ ഡെഫിനറ്റ്ലി നോട്ട് ISRO, കുറച്ച് സ്പേസ് എന്തല്ലെന്നാ പറയുന്നത്, ഡെഫിനറ്റ്ലി ISRO ആവത്തില്ല എന്നാ പറയുന്നത്. അതും ISROനെയും സ്പേസിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് ബന്ധമില്ലാത്ത സർക്കിൾ തമ്മിൽ യാതൊന്നും എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, സം നാസ ആർ നോട്ട് സ്പേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ നോക്ക്, ഞാൻ ഈ ഒരു സർക്കിൾ ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ, ഈ രണ്ട് സർക്കിൾ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നോ റിലേഷൻ ആണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഷെയ്ഡിൽ പെടുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, മൂവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഈ പാർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്, സം നാസ. ആ സം നാസയ്ക്ക് സ്പേസ് ആവാൻ പറ്റോ? ഇല്ല. അപ്പൊ അത് മാത്രം എന്താണ്, കറക്റ്റ് ആണ്. തേർഡ് വൺ only 3 ആണ് ഫോളോസ്, only 3 ഫോളോസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അഗെയിൻ നിങ്ങളൊന്ന് നോക്കുക, സം സ്പേസസ് ആർ ഡെഫിനറ്റ്ലി നോട്ട് ISRO, ഇത്ര മാത്രം നോക്കിയാൽ മതി. സ്പേസും ISRO സർക്കിൾ തമ്മിൽ ബന്ധമില്ലെങ്കിൽ യാതൊന്നും ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, പോസിബിലിറ്റീസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഡെഫിനറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, only a few crime are thief. ഓക്കെ, കുറച്ച് ക്രൈം എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, തീഫ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. only a few crime are thief, all police are court. ഓക്കെ, അപ്പം ഇവിടെ ക്രൈം ആണ് വന്നേക്കുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്ത് വരയ്ക്കാനുള്ള ഒന്നും വന്നിട്ടില്ല. ഇനി അടുത്ത് നോക്കാം, നോ കോർട്ട് ഈസ് തീഫ്, ഒരു കോർട്ടും തീഫ് അല്ലെന്നാ പറഞ്ഞേക്കുന്നത്, കോർട്ട്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഓൾ പോലീസ്, എല്ലാ പോലീസും എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, എല്ലാ പോലീസും കോർട്ടാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുവാണ്. ഷെയ്ഡിൽ വരുന്ന എല്ലാവരും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോ റിലേഷൻ ആണ്. ഇനി നോക്കുക, നോ തീഫ് ഈസ് പോലീസ്, ഒരു തീഫും പോലീസ് അല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ആ പോലീസിന്റെ സർക്കിൾ ഫുൾ ആയിട്ട് ഷെയ്ഡ് ചെയ്തിട്ടില്ലേ. അപ്പം ഒരു പോലീസിന് ഇങ്ങോട്ട് എൻട്രി ഇല്ല, അവിടെ നിന്ന് ഒരു തീഫിനും ഇങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്, നോ തീഫ് ഈസ് പോലീസ് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ ശരിയാണ്. ഒരു തീഫും എന്തും ആവത്തില്ല, പോലീസും ആവത്തില്ല, കോർട്ടും ആവത്തില്ല. ഇനി ഓൾ ക്രൈം ക്യാൻ നെവർ ബി കോർട്ട്. അപ്പൊ ഇതൊരു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ്, കൺക്ലൂഷൻ ആണ്. ഒന്ന് നോക്കിക്കോ, ഓൾ ക്രൈം ക്യാൻ നെവർ ബി കോർട്ട് എന്നാ പറഞ്ഞേക്കുന്നത്. എല്ലാ ക്രൈമിനും ഒരു കാരണവശാലും എന്താവാൻ പറ്റത്തില്ല, കോർട്ട് ആവാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൈമിന്റെ ഇത്ര പാർട്ടിന് ഏതെങ്കിലും അവസരത്തിൽ കോർട്ട് ആവാൻ പറ്റോ? ഇല്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ടൊരു സാധനമാണ് സം കോർട്ടാർ അല്ലെ. സം ക്രൈം ആർ നോട്ട് കോർട്ട്, അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ വേറൊരു ഫോർമാറ്റിൽ പറഞ്ഞേക്കുന്നതാണ് ഓൾ ക്രൈം ക്യാൻ നെവർ ബി കോർട്ട് എന്ന്. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താ വന്നേക്കുന്നത്, ബോത്ത് ഫോളോസ് ആണ് വന്നേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. only a few cats are dog, only a few cats are, കുറച്ച് ക്യാറ്റ് എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, ഡോഗ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ only a few cats are dog എന്ന് പറഞ്ഞാൽ some cats are dog ആണ്, some cats are not dog ആണ്. all lion are dog, എല്ലാ ലയണും എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, ഡോഗ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, no dog is tiger, ഒരു ഡോഗും എന്തല്ലെന്നാ പറഞ്ഞേക്കുന്നത്, ടൈഗർ അല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, എല്ലാരെയും ഒന്ന് ഷെയ്ഡ് ചെയ്തു. നോ ഉള്ള എല്ലാരെയും ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കാം. നോ ടൈഗർ ഈസ്
ലൈൻ. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ടൈഗർ ലൈൻ ആവത്തില്ല, ലൈൻ ഫുള്ള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, നോ ടൈഗർ ഈസ് ലൈൻ ആണ്. അതുപോലെ നോ കാറ്റ് ഈസ് ടൈഗർ, ഒരു കാറ്റും ടൈഗർ അല്ലെന്നാ പറഞ്ഞേക്കുന്നത്. കാറ്റും ടൈഗറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? കാറ്റിന്റെ സർക്കിൾ ടൈഗറിന്റെ സർക്കിൾ റിലേഷൻ ഒന്നുമില്ല. ആകെ ഇവിടെ ഉള്ള എന്താണ്? സം കാറ്റ് ആർ നോട്ട് ടൈഗർ, അത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അത് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നോ കാറ്റ് ഈസ് ടൈഗർ തെറ്റാണ്. അടുത്ത എന്താണ്? സം ടൈഗർ ഈസ് കാറ്റ്, കുറച്ച് ടൈഗർ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്? കാറ്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. സം ടൈഗർ ഈസ് കാറ്റ്, അങ്ങനെയും വന്നിട്ടില്ല, അത് രണ്ടും തെറ്റാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, രണ്ട് കൺക്ലൂഷനും തെറ്റാണ് അല്ലെ, രണ്ട് കൺക്ലൂഷനും തെറ്റാണ്. സമ്മിന്റെയും നോയുടെയും പെയറാണ്. രണ്ട് കൺക്ലൂഷനും ഇൻഡിവിജ്വലി തെറ്റും, സമ്മിന്റെയും നോയുടെയും പെയർ ആവുകയും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും സെയിം ആവുകയും ചെയ്തു കഴിഞ്ഞാൽ എയ്തർ ഓർ പെയർ ആണ്. ഇനി നമുക്കറിയാം നോയും സമ്മും ആണെങ്കിൽ ഇവിടെ കാറ്റ് ഉണ്ട്, ഇവിടെയും കാറ്റ് ഉണ്ട്, ഇവിടെ ടൈഗർ ഉണ്ട്, ഇവിടെയും ടൈഗർ ഉണ്ട്. അപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറി കിടന്നാലും പ്രശ്നമില്ല. സം ടൈഗർ ആ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്നും എടുക്കാം? സം കാറ്റ് ഈസ് ടൈഗർ എന്നും എടുക്കാം. കാരണം ഇതിനെ റിവേഴ്സിബിൾ ആയിട്ടുള്ള പെയറാണ് സമ്മും നോയും. അപ്പം ഇത് തെറ്റല്ലേ? അപ്പൊ രണ്ട് പേരും എന്തായിട്ട് വരും? എയ്തർ ഓർ പെയർ ആയിട്ട് വരും. എന്തുകൊണ്ടാണ്? സമ്മും നോയിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒരേ പൊസിഷനിൽ വരണം എന്നാണ്, പക്ഷെ ഇവിടെ തിരിഞ്ഞു വന്നാലും പ്രശ്നമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഇത് എന്ത് പെയറാണ്? റിവേഴ്സിബിൾ ആയിട്ടുള്ള പെയറാണ്. അതായത് സം എ ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ബി ആർ എ എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഓൺലി 1 ആൻഡ് എയ്തർ 2 or 3 ഫോളോസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏതർ ഓർ പെയറാണ് ഈ കേസ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ വർഷം നമുക്ക് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസും പിന്നെ വരാൻ സാധ്യതയുള്ള ഒള്ളി എ ഫ്യൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്താണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം പുതിയ വീഡിയോയുമായി പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണും വരെ താങ്ക് യു ഓൾ.